إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അർഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ ഉടനീളം തഖ്വയോടുകൂടി കണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും മുഅ്മിനീങ്ങളിലും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം സമ്പൂർണമായ ഒരു ആദർശമാണ്, മതമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനിൽ സ്വീകരിക്കപ്പെടുന്ന മതം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമാണ്. അതിൻ്റെ നിയമസംഹിതയ്ക്ക് കൃത്യമായ ഒരു വ്യക്തിത്വവും നിയമങ്ങളുമുണ്ട് എന്നാണ് വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ആരെല്ലാം പുതിയ രൂപഭാവങ്ങൾ വരുത്തി നല്ലതല്ലേ, ഇതുകൂടെ ഉണ്ടായാൽ അതിലെന്താണ് തെറ്റ്, ഈ ഒരു വാചകം അല്ലെങ്കിൽ ഒരു പുതിയതായി കൊണ്ടുവരുന്ന ഒരു സംഗതി അതും കൂടെ ഇസ്ലാമിലേക്ക് വന്നാൽ അതിലെന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ദീന് പഠിപ്പിക്കാത്ത ഒരു കാര്യം
അത് ദീനിയായ വിഷയങ്ങളിൽ അള്ളാഹുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മുൻഗാമികളായ സച്ചരിതരായ സ്വഹാബത്തിൽ നിന്നും ഒന്നും സ്ഥിരപ്പെടാത്ത ഒന്നിനെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പാഠങ്ങൾ മനസ്സിലാക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മുൻഗാമികളായ ആളുകൾ സ്വീകരിച്ച ആദർശം അതേ രൂപത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം സ്വീകരിച്ചു പോരേണ്ടത് എന്ന്. ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചയ്ക്കോ അഡ്ജസ്റ്റ്മെന്റുകൾക്കോ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മെ അനുവദിക്കുന്നില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്ലാമിലെ ഒരു വ്യക്തി മറ്റു മതങ്ങളിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ധരിക്കുന്ന ഒരു വസ്ത്രം ധരിക്കുന്നതിൽ പോലും ഇസ്ലാം ഇളവ് നൽകിയിട്ടില്ല. അത്ര കണ്ട് ഗൗരവത്തിലാണ് അത്തരം വിഷയങ്ങളെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മല സീസണിൽ അയ്യപ്പ വേഷധാരികളായി സഞ്ചരിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. അവർക്കൊപ്പം സഞ്ചരിക്കുന്നതിന് അത്തരം വേഷങ്ങൾ നമുക്കാകാമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ വിധി എന്ന് പറയുന്നത്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സൗബൈനി മുഅസ്ഫിറൈനി, മഞ്ഞ നിറത്തിലുള്ള രണ്ട് വസ്ത്രങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയെ കണ്ട ഉടനെ അദ്ദേഹത്തോട് പറയുന്നത്, ഇന്ന ഹാദിഹി മിൻ സിയാബിൽ കുഫാർ, ഇത് സത്യനിഷേധികളുടെ വേഷമാണ്. ഫലാ തൽബസ്ഹാ, നിങ്ങൾ അത് ധരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. എന്നാൽ അവരുടെ ആരാധ്യ വസ്തുക്കൾ, അവർ ആരാധിക്കുന്ന ആരാധനാ മൂർത്തികൾ, അതുമായി ബന്ധപ്പെട്ടവർ കൊണ്ടു നടക്കുന്ന വിശ്വാസങ്ങൾ, അതിനെ മലിനപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു വിശ്വാസിക്ക് സംസാരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ അതിനെ എതിർത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹ്ക്ക് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ ഒരു വിശ്വാസിയും തെറി പറയാനോ മോശം പറയാനോ പാടില്ല എന്നും വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ആദർശ രംഗത്ത് ഒരു വിശ്വാസി പാലിക്കേണ്ട നിയമങ്ങളാണ് കൃത്യമായി അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ അയൽവാസികളോട് മാന്യമായി പെരുമാറിയിട്ടുണ്ട്, അവിശ്വാസികളായ ആളുകളോട്, അല്ലേ? ജൂത സ്ത്രീയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ നേരം ജൂതന്റെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണയം വെച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിശ്വാസികളായ രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്. വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് സഹായങ്ങൾ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. ഇങ്ങനെ മാനുഷികമായ വിഷയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെടുകയും, എന്നാൽ ആദർശപരമായ വിഷയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദ് വെച്ച് നിയമങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. നാം പറഞ്ഞു വരുന്നത് ഇസ്ലാം സമ്പൂർണമാണ് എന്ന്. ആ സമ്പൂർണമായ മതത്തിലേക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളുണ്ട് എന്നാണ്. സ്വീകരിക്കേണ്ട രൂപവും രീതിയും അള്ളാഹുവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ്. നാം ഇടകീറി പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ ജീവിതകാലത്ത്, സ്വഹാബത്തിന്റെ ജീവിതകാലത്ത്, താബിഈങ്ങളുടെ ജീവിതകാലത്ത് മതപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർ പഠിച്ചതുപോലെ നമുക്കറിയില്ല. പ്രവാചകനെ അവർ മനസ്സിലാക്കിയതുപോലെ നമുക്കറിയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിച്ചതുപോലെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ആ പ്രവാചകനെ അത്ര കണ്ട് സ്നേഹിച്ച അവരാരും കൊണ്ടു നടക്കാത്ത വിശ്വാസ സംഹിതകൾ നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. നബിദിനം എന്നത് ആഘോഷമായി കൊണ്ടു നടക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പഠിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, മുൻഗാമികളായ സ്വഹാബികൾ മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള മനസ്സിലാക്കലുകൾ കൊണ്ട് നടന്ന് പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ആഘോഷങ്ങൾ
നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതെന്തിനാ അങ്ങനെ പറയുന്നത്, അതിനൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കേണ്ടവരല്ല നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണാം. മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തിയും അത്തരം വാചകങ്ങളെ ഗൗരവത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖാല ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ. അവിശ്വാസികളുടെ ജൂത ക്രൈസ്തവരുടെ ആരാധന കാര്യങ്ങളെ അല്ലെങ്കിൽ അവർ ആഘോഷിക്കുന്ന ആഘോഷങ്ങളെ ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും, അവരുടെ സുന്നത്തുകൾ, അവർ കൊണ്ടു നടക്കുന്ന ആദർശങ്ങൾ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ്. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങൾ അതിലേക്ക് കടന്നു ചെല്ലും. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദ വന്നസ്വാറ, ജൂതരും ക്രൈസ്തവരുമാണോ അവർ? ഖാല ഫമൻ, പിന്നെ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ പുകഴ്ത്തേണ്ട രൂപത്തിലേ പുകഴ്ത്താൻ പറ്റുള്ളൂ. ഇസ്ലാമില് അള്ളാഹു റസൂലും പഠിപ്പിച്ച രൂപത്തിലേ ആകാവൂ. അതിനപ്പുറത്തേക്ക് ഒരു പരിവേഷം കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്ന വരികൾ പോലും പലപ്പോഴും മൗലിദിന്റെയും മറ്റും വരികളിൽ നമ്മൾ കാണുമ്പോൾ, പ്രിയമുള്ളവരെ, അത് ആലപിക്കരുതെന്നും അത് പാടരുതെന്നും അത് ചെയ്യരുതെന്നും പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ അവിടെ കൂടിയിരുന്ന പെൺകുട്ടികൾ പാടുകയാണ്, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹിയെ കുറിച്ച് അവർ പാടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടികളോട് പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പാടാൻ പാടില്ല, അത് തെറ്റായ വാചകങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നാളത്തെ കാര്യങ്ങൾ അറിയുന്നവൻ, ഗൈബ് അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ വെച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തേ കാര്യം? അങ്ങനെ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയിട്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കി അത് പാടരുത് എന്ന് പഠിപ്പിച്ചു. അവിടെയാണ് മുസ്ലിം ഉമ്മത്തിലെ സഹോദരങ്ങൾ അവർ പാടിപ്പറയുന്ന ബൈത്തുകളിലൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പുകഴ്ത്തലുകളിൽ ഇത്തരം ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരം വാചകങ്ങളുള്ള അത്തരം വരികൾ അത് പാടരുത് എന്നും അത് പ്രചരിപ്പിക്കരുത് എന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ബിദ്അത്തായി നബിദിനം ആഘോഷിക്കപ്പെടുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരാദർശത്തിനെ എനിക്ക് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റൂല, അല്ലെ? 100% ഉറപ്പുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തില്ല എന്നത്, സ്വഹാബത്ത് ചെയ്തില്ല എന്നത്, താബിഈങ്ങളിലും തബിഉ താബിഈങ്ങളിലും ഇത് കാണില്ല എന്നത്, നല്ലതാണെന്ന് കരുതി ചെയ്യുന്ന എന്തായാലും ശരി. പ്രിയമുള്ളവരെ, അള്ളാഹു റസൂലും പഠിപ്പിക്കാത്തൊരു ആദർശത്തിനെ എനിക്ക് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റൂല, അല്ലെ? മുൻകാലങ്ങളിലേക്ക് ഉണ്ണിക്കണ്ണന്റെയും അതുപോലെ തന്നെ ഉണ്ണിയേശുവിന്റെയും അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉണ്ണി മുഹമ്മദ് എന്നുവരെ ഉള്ള രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം ധരിപ്പിച്ച് ഘോഷയാത്രകളിൽ മക്കളെ പങ്കെടുപ്പിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമൂഹത്തിൽ പാടില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും സരളമായും നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതുവരെ എന്നാൽ അബീ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുസ്സു ശവാരിബ് വറഫുൽ ലിഹാ, അല്ലെ, നിങ്ങൾ താടി നീട്ടി വളർത്തണമെന്ന്, അതുപോലെ തന്നെ നിങ്ങളുടെ മീശ നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് താഴേക്ക് വരാത്ത രൂപത്തിൽ നിങ്ങൾ വെട്ടി ചെറുതാക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? നിസ്സാരമായി എന്ന് നമുക്ക് തോന്നുന്ന, അല്ലെ, ഇത്തരം കാര്യങ്ങൾ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ പ്രവാചകൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാതെ പോകൂ. എന്നെ സ്നേഹിക്കേണ്ട ഈ രൂപത്തിലാണ്, മൗലിദ് പാരായണം ചെയ്തുകൊണ്ടാണ്, ഇത്തരം കാര്യങ്ങൾ വരികൾ പാടിക്കൊണ്ടാണ് ഇന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പോലും നമുക്ക് അങ്ങനെ ഒരു അധ്യാപനം നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഖാലിഫുൽ മജൂസ്, നിങ്ങൾ തീ ആരാധിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ ഖിലാഫുള്ളവരാകണം. ഇതിന്റെ വാക്കിയായിട്ട് നിങ്ങൾ മീശ വെട്ടണമെന്നും താടി നീട്ടി വളർത്തണമെന്നും അല്ലെങ്കിൽ താടി വിട്ടേക്കണമെന്നും പറഞ്ഞ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖാലിഫുൽ മജൂസ്, നിങ്ങൾ തീ ആരാധിക്കുന്ന മനുഷ്യരിൽ നിന്ന് അതിൽ നിങ്ങൾ വിട്ടു നിൽക്കണം, അവർക്കെതിരാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വേഷവിധാനങ്ങളിൽ, അല്ലെ, നമ്മുടെ രൂപങ്ങളിൽ, നമ്മുടെ ഭാഗങ്ങളിൽ
അല്ലെ? എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ? നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ മുഖത്ത് തെളിയുന്ന ഒരു പുഞ്ചിരിയിൽ പോലും പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത്ര കണ്ട് വളരെ നിസ്സാരമായ കാര്യങ്ങളെ പോലും വളരെ ഗൗരവത്തിലും അതിന് പ്രതിഫലമുണ്ട് എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചതായി കാണാൻ പറ്റും. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കേണ്ട രൂപം വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ നബിയേ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം, നിങ്ങൾ എന്നെ പിൻപറ്റണം, ഇത്തിബാ ചെയ്യണമെന്നാണ്. ഇത്തിബാ ചെയ്താലുള്ള ഗുണം യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ ചെയ്തു പോയ തിന്മകൾ, ദംബുകൾ, കുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് എന്നാണ്. അപ്പൊ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുഅ്മിനാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കേണ്ടത് ഇത്തിബായിലൂടെയാണ് എന്നാണ്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ എടുക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, നിങ്ങളോട് വിലക്കിയ കാര്യങ്ങളെ, അരുത് എന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലേ? റബ്ബ് ഭൂമിയിൽ നൽകിയ അനുഗ്രഹം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സംശയമില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റഹ്മത്ത് തന്നെയാണ്, അള്ളാഹിന്റെ കാരുണ്യം തന്നെയാണ്. അല്ലെ? ഒരാൾക്കും അതിനെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കാൻ പറ്റൂല. എന്നാൽ ഹബീബിനെ സ്നേഹിക്കേണ്ട രൂപം അത് കൃത്യമായി അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ? അതിങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒതുങ്ങുന്നതല്ല, മറിച്ച് ജീവിതകാലത്ത് മുഴുവനും കൊണ്ടു നടന്ന് നമ്മുടെ ഖബർ വരെ ഉണ്ടായിരിക്കേണ്ട ചര്യകളാണ് അള്ളാഹുവും റസൂലും പ്രവാചകനെ സ്നേഹിക്കേണ്ട രൂപത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ, ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നൽകി എന്നുള്ളത് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം തന്നെയാണ്. മന്നല്ലാഹ് എന്ന് പ്രയോഗിച്ചത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ്. യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വചനങ്ങൾ ആ പ്രവാചകൻ ഓതും. വയുസക്കീഹിം, അവരെ സംസ്കരിക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിക്കും. ഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, മുൻപ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അല്ലെ? വ്യക്തമായ വഴികേടിലായിരുന്നു ഒരു സമൂഹത്തിന്, ഒരു ജനപദത്തിന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനും സുന്നത്തും കൊണ്ട് അനുഗ്രഹമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനും സുന്നത്തും കൊണ്ട് ആ ഉമ്മത്തിനെ കൃത്യമായി പഠിപ്പിച്ച് സംസ്കാരമുള്ളവരാക്കി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലെ? അങ്ങനെ പഠിപ്പിച്ചൊരു പ്രവാചകനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയെ സംബന്ധിച്ച് അനുഗ്രഹം എന്ന കാര്യത്തിലും സ്നേഹിക്കണമെന്ന കാര്യത്തിലൊന്നും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവും ഇല്ല. അതിൽ നബിദിനം എന്നതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മോട് ഒരാൾ ആ വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും പല ആളുകളും. നമ്മൾ തിരികെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നാണ്, എങ്ങനെ നമ്മൾ സ്നേഹിക്കണമെന്നാണ്. നബിദിനം ആഘോഷിച്ചുകൊണ്ട് മദ്ഹ് പാടിക്കൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോ ആരാണ് ഇങ്ങനെ പഠിപ്പിച്ചത് നമുക്ക് ചോദിക്കാൻ പറ്റണം. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുൻഗാമികളായ സലഫുകളായ ആരെങ്കിലും ഇങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ചോദിക്കണം. ഇങ്ങനെ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴത്തിലുള്ള ചർച്ചകൾ ഇട്ടുകൊടുത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇത്തരം ആഘോഷങ്ങൾ കടന്നു വരുമ്പോ അത് പാടില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ ഇസ്ലാം പഠിപ്പിച്ചത് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഇത്തിബാ ചെയ്യണമെന്നാണ്. പ്രവാചകൻ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്, പ്രവാചകൻ എങ്ങനെയാണ് നോമ്പെടുത്തത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പള്ളിയിലേക്ക് കയറി വരുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മര്യാദ എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ ആ നബിചര്യയായി കൊണ്ടു നടക്കേണ്ട ഓരോ കാര്യങ്ങളും കൊണ്ടു നടക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുക.
അതല്ല എങ്കിൽ കേവലമായ ഒരു ഹാവഭാവത്തോടു കൂടി കുറെ ബിരിയാണിയും വെച്ച് വിളമ്പി, അല്ലെ, പായസവും ഒക്കെ നൽകി ഇങ്ങനെ ഘോഷയാത്രയൊക്കെ നടത്തി ആ ഒരു ദിവസം കൊണ്ട് തീർന്നു പോകുന്ന ഒരു ആഘോഷമായി അതങ്ങനെ മാറുകയാണ്. അങ്ങനെയല്ല പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന്. നോക്കൂ, നമ്മുടെ താടി രോമങ്ങൾ നമ്മൾ നീട്ടി വളർത്തും. 24 മണിക്കൂറും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മനസ്സിലാക്കിയിട്ട് നമ്മളത് കൊണ്ടു നടക്കുന്നത്. അത് പ്രവാചകന്റെ ചര്യയാണ്, അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മൾ വലത് കൈ മുന്തിക്കുന്നു. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ എനിക്കും നിങ്ങൾക്കും നബിയെ സ്നേഹിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ ഇതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മൗനാനുവാദവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനവും പ്രവാചകന്റെ കൗലുകളും അവനെ സംബന്ധിച്ചിടത്തോളം ജീവവായുവായി മാറുന്നിടത്താണ് പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലത്തും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല ദീനിന്റെ വിഷയത്തിൽ. മേലെ ആകാശത്ത് നിന്ന്, വാനലോകത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന് വഹീന്റെ സന്ദേശങ്ങൾ അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയിട്ടല്ലാതെ പ്രവാചകൻ ഒരു വാചകം പോലും ദീനിന്റെ പേരിൽ സംസാരിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ആദർശം നമുക്കുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ പ്രവാചകൻ പഠിപ്പിക്കാത്ത ആദർശത്തിനെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപിക്കാൻ കഴിയൂല എന്നാണ്, അല്ലെ? നബിദിനെ സ്ഥാപിക്കാൻ കഴിയൂല. ഖുർആനിലില്ല, ഹദീസുകളിലില്ല. അത്തരം സന്ദേശങ്ങൾ നൽകിയ സ്വഹാബത്തിന് നമുക്ക് കാണാൻ വഴി കഴിയൂല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എങ്ങനെയാ, അല്ലെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, സ്വഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ആളാണ്, അല്ലേ? ആദ്യമായി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് 2.5 വർഷക്കാലം ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്. 2.5 വർഷക്കാലം ഏകദേശം ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഇന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റബീഉൽ അവ്വലിന്റെ 12ന്റെ ദിനമാണിന്ന്, അന്നാണ് നബി ജനിച്ചത് എന്ന് കരുതി ഒരിക്കലും പോലും റസൂലുള്ളാഹിയുടെ പേരിൽ ഒരു ആടറുത്ത് അല്ലെങ്കിൽ ഒരു മധുരപലഹാരം വിതരണം ചെയ്ത് അങ്ങനെ ഒരു ചര്യ പ്രിയമുള്ളവരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സക്കാത്തിന്റെ പേരിൽ, സക്കാത്തിന്റെ വിഷയത്തിൽ അന്നുണ്ടായിരുന്ന മനുഷ്യന്മാർ സക്കാത്തിന് എതിര് പറഞ്ഞപ്പോ അവർക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു ചര്യ ഹബീബായ റസൂലുള്ളാഹിയുടെ പേരിൽ ഇങ്ങനെ നബിദിനാഘോഷം ഉണ്ടായിരുന്നുവെങ്കിൽ സ്വഹാബത്തുമായി യുദ്ധം ചെയ്യുമായിരുന്നു. അത്ര കണ്ട് ഹബീബായ റസൂലിനെ സ്നേഹിച്ചിരുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജന്മദിനം എന്ന പേരിൽ അദ്ദേഹം കൊണ്ടാടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഹിജ്റ പോകുവാനുള്ള പെർമിഷൻ കൊടുക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ. ഇന്നല്ലാഹ ഖദ് അദ്ന ലീ ബിൽ ഖുറൂജ് ബിൽ ഹിജ്റ, എനിക്ക് ഹിജ്റ പോകാനുള്ള പെർമിഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മെല്ലെ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അസ്സുഹബ, അല്ലാഹുവിന്റെ റസൂലേ ഞാനും പോന്നോട്ടെ, എന്നെയും കൂടെ കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്ര കണ്ട് പ്രവാചകനെ ഇഷ്ടമായിരുന്നു. വേറെ ഒന്നും ആലോചിക്കണില്ല. മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ആയിഷ ബീബിയുണ്ട് എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചും അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷമം തോന്നിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ അസ്സുഹബ, ഞാനും പോന്നോട്ടെ എന്നാ ചോദിക്കണത്. യാ റസൂലല്ലാഹ് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, അസ്സുഹബ, അതേ താങ്കൾക്കും എനിക്കൊപ്പം പോരാവുന്നതാണ് എന്ന് പറയുന്ന വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രവാചകന്റെ ഒപ്പം അത്ര കണ്ട് ഇഷ്ടത്തോടു കൂടി ജീവിച്ചവരാണ് അവരെല്ലാം. അവർക്കില്ലാത്ത സ്നേഹം നമുക്കുണ്ടാവോ പ്രിയമുള്ളവരെ? ഒരിക്കലും ഉണ്ടാകൂല. അവർ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂല, അല്ലെ? അവർ പിൻപറ്റിയതുപോലെ അല്ലെ നമുക്ക് പിൻപറ്റാൻ പറ്റൂല. നമ്മൾ ദുർബലരാണ്, നമ്മൾ കുറഞ്ഞ ആളുകളാണ്. പക്ഷേ അവർ അത്ര കണ്ട് ഇഷ്ടപ്പെട്ട പ്രവാചകനെ, അല്ലെ, ആ പ്രവാചകന്റെ പേരിൽ ഒരു ആണറുത്ത് നബിദിനാഘോഷിക്കാത്ത അത്തരം സ്വഹാബത്തിന് നമ്മൾ പഠിക്കുമ്പോൾ അവർക്കില്ലാത്തൊരാഘോഷം നമുക്ക് എങ്ങനെ ആഘോഷിക്കാൻ പറ്റും? നമുക്ക് പറ്റൂല എന്നുള്ളതാണ്. അതുകൊണ്ട് സന്തോഷം അത്
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ പ്രകടിപ്പിച്ചിരുന്നത് അത്ര കണ്ട് പ്രവാചകനോടുള്ള ഇഷ്ടത്തോടു കൂടിയായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിക്കാൻ കഴിയും. റസൂലിന്റെ ഒപ്പം നടന്നവർ, അദ്ദേഹത്തെ സ്നേഹിച്ചു കൊതിരാത്തവർ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ പേരിൽ ഇത്തരം ഒരു ആഘോഷം ഉണ്ടായിരുന്നു എങ്കിൽ അവർ ചെയ്യുമായിരുന്നു. അവർ ചെയ്യാത്തൊരാഘോഷം നമുക്ക് ചെയ്യാൻ പറ്റൂല, അല്ലേ? ആ പ്രവാചകന്റെ ശരീരത്തോട് ചേർന്നിരുന്നവരാണവർ. ആ പ്രവാചകന്റെ വദനം കണ്ട് സന്തോഷം പുൽകിയവരാണവർ. നബിയെ ആരെയും ഉപദ്രവിക്കുമെന്ന് ഭയന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ നടക്കും, വീണ്ടും പിന്നിലൂടെ വരും, പിന്നീട് സൈഡിലേക്ക് മാറും, വീണ്ടും ഇടതുവശത്തേക്ക് മാറും, ആരെങ്കിലും ഉപദ്രവിച്ചാലോ എന്ന് കരുതിയിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കട്ടിലിൽ, സ്വന്തം ശരീരം കൊല ചെയ്യപ്പെട്ടാലും ശരി ഹബീബിന്റെ ദേഹത്ത് ഒരു പോറൽ വീഴാൻ സമ്മതിക്കാത്തവരായിരുന്നു സ്വഹാബത്ത്. അങ്ങനെയുള്ളവരെല്ലാം ജീവിച്ച് കടന്നുപോയി, അല്ലേ? പിൽക്കാലത്ത് പ്രവാചകനെ അവർ സ്നേഹിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു ശര്യ നിബിധനത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്കും ഇന്ന് ബാധ്യതകളുണ്ട്, നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. നബിചര്യകൾ ഉണ്ടെങ്കിൽ എത്ര കണ്ട് നമുക്ക് എടുക്കാൻ പറ്റൂ അത്ര കണ്ടെടുത്ത് നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. പ്രവാചകന്റെ ചര്യകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ല മറിച്ച് ആ ജൂത ക്രൈസ്തവർ ചെയ്തതുപോലെ അവരുടെ ചര്യകൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിക്കൊണ്ട് അവർ അവരുടെ പ്രവാചകന്മാരെ പുകഴ്ത്തി എത്രത്തോളം എന്നാൽ ദൈവത്തോളം എത്തിച്ച രൂപമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പുകഴ്ത്തുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. ഇതെല്ലാം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് യാതൊരു നിലക്കുള്ള ഒരു വെറുപ്പുണ്ടാവില്ല. ഒരു മുന്നെ സംബന്ധിച്ച് നമ്മൾ ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടുന്നതിന് രൂപവും കോലവും എല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം, അല്ലേ? അപ്പോഴാണ് നമ്മൾ മുഅ്മിനീങ്ങളാകുന്നത് യഥാർത്ഥത്തിൽ, അല്ലേ? റോഡ് തോറും ഇങ്ങനെ ഘോഷയാത്രയൊക്കെ നടത്തി വേണ്ടുമേളവുമായി മ്യൂസിക് ഇട്ട് അള്ളാഹുവും റസൂലും വിലക്കിയ ഹറാമായ ഇത്തരം മ്യൂസിക്കും അതുപോലെയുള്ള സംഗീത അകമ്പടിയും എല്ലാം കൊണ്ടു നടന്ന് പ്രവാചകനെ റോഡിലിട്ട് മോശമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. നമ്മൾ ഹൈർ ഉമ്മത്താണ് എന്ന് പറയുകയും എന്നാൽ ഹൈർ ഉമ്മത്തിന്റെ ക്വാളിറ്റി നമ്മൾ കൊണ്ടുനടക്കാതിരിക്കുകയും ചെയ്യും. ഉത്തമ സമൂഹം എന്ന് പറയുമ്പോൾ ആ ഉത്തമ സമൂഹത്തിന്റെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവത്തിൽ കാണാം. അത്തരം സദസ്സുകൾ നമ്മളുണ്ടാകാൻ പാടില്ല. അത്തരം പായസം വിളമ്പലുകൾ നല്ലതല്ലേ, കുട്ടികളല്ലേ എന്ന് കരുതി അത്തരം പ്രോത്സാഹനം നമ്മൾ കൊടുക്കാൻ പാടില്ല. അതിനെ വളരെ ഗൗരവത്തോടു കൂടി അതൊന്ന് മാറി നിൽക്കാനൊക്കെ നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാകണം. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്വീകരിക്കേണ്ടത്. സ്വഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിലാണ് നമ്മൾ തിരിച്ചറിയുക. പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഇത്തിബാഉ റസൂലിലൂടെയാണ്. പ്രവാചകന്റെ ചര്യകളെ സ്വീകരിച്ചുകൊണ്ടാകണം നമ്മൾ സ്നേഹിക്കേണ്ടത്. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അമ്മാ ബഅദ്. ഉസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ ദാസന്മാരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടിനെയും മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ അവർ വഴിപിഴച്ചു പോവുകയില്ല എന്ന്. ലൻ തളില്ലു, ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. കിതാബ് അല്ലാഹി വസുന്നത്തി റസൂലിഹി, ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്. രണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നിന്ന് വളരെ നല്ല രൂപത്തിൽ തന്നെ അന്ന് എപ്രകാരമാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും ഏറ്റവും മനോഹരമായ നിലയിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്കെടുക്കാൻ ഉണ്ട്. വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മുടെ കൈകളിലുണ്ട്. അവിടേക്ക് നമ്മൾ മടങ്ങിക്കൊണ്ട് ഇസ്ലാമിന്റെ ദീനിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മിപ്പിക്കാം. തറക്തക്കും മിൻ തഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ എന്ന, നിങ്ങൾക്ക് തെളിഞ്ഞ വെള്ള നിറത്തിലുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു തെളിഞ്ഞ പാത നിങ്ങളുടെ മുന്നിലുണ്ട്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവ് പകല് പോലെ പ്രക്ഷോഭിതമാണ്.
അതുകൊണ്ട് അത്ര കണ്ട് തെളിച്ചമുള്ള ഒരു ആദർശം നമ്മുടെ കൈകളിൽ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ആദർശത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ പുത്തനാചാരങ്ങളും അത് ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തുകളും, എല്ലാ പുതുതായ ആശയങ്ങളും ളലാലത്താണ്, വഴികേടിലുള്ളതാണ്. അതുകൊണ്ട് അത് അവിടെ കുല്ലു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ചര്യകൾ അത് ഏതാകട്ടെ അത് ഇസ്ലാമിന്റെ പേരിൽ കെട്ടിക്കൂട്ടി അങ്ങനെ കൊണ്ടു നടക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയുകയില്ല എന്നാണ്. എല്ലാ വിദ്അത്തുകളെയുമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെല്ലാം വഴികേടിലേക്കുള്ളതാണ്. അതുകൊണ്ട് ആ വഴികേടുകൾ സ്വീകരിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. നമുക്ക് മൗലിദിന്റെ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ കഴിയും, മൗലിദ് കഴിക്കൽ അത് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ് എന്നൊക്കെ തഴവ കുഞ്ഞു മുഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെ എഴുതി വെച്ച വരികളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകും. അവരൊക്കെ പറഞ്ഞു വെച്ചതാണ്. മുൻഗാമികളിലില്ലാത്ത, ആദ്യത്തെ ഉത്തമ തലമുറയിലില്ലാത്ത, അല്ലെ 3 തലമുറകളിലും ഇല്ലാത്ത, സ്വഹാബത്തിലില്ലാത്ത, താബിഈങ്ങളിലില്ലാത്ത, തബഈ താബിഈങ്ങളില്ലാത്ത ആദർശമാണ് അതെന്നൊക്കെ പറഞ്ഞു വെച്ച തെക്കൻ കേരളത്തിലെ പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് മലിക്കുൽ മുദഫർ എന്ന് പറയുന്ന ആളിന്റെ കാലത്ത് ഉണ്ടായ ഒന്നാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ രചനയിലൂടെ കൂട്ടിവെച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം ചേർത്ത് വെക്കലുകൾ കൂടി നടത്തുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് അവർ തന്നെ പറഞ്ഞു വെച്ച ചില വാചകങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും അതൊക്കെ വിദഗ്ധാണ് എന്നറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ നമ്മൾ അതുമായി ലയിച്ചു ചേരുന്ന ഒരവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുള്ള വളരെ ഗൗരവബുദ്ധി നമുക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായും ബാത്തുലിനെ ബാത്തുലായും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കുന്ന റഹ്മാനെ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം നീ ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد والحمد لله رب العالمين.